ജഗദീപ് ധൻകർ 1951 മെയ് 18 ജനിച്ച് നമ്മുടെ രാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. നിതീഷ് കുമാർ, JP നദ്ദ, നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്നു മുരളീധരൻ. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ശശി തരൂർ ഒരിക്കലും 9 മണിയായപ്പോൾ ദൈവം ഇടപെട്ട് പുള്ളിക്കാരനെ രാജിവെപ്പിച്ചു. നമസ്തേ. ആദ്യമായിട്ട് നമ്മുടെ രാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. VV ഗിരിയും രാമസ്വാമി വെങ്കിട്ടരാമനും രാഷ്ട്രപതി സ്ഥാനത്തിലേക്ക് മത്സരിക്കാൻ വേണ്ടിയിട്ടാണ് രാജിവെച്ചത്. നിയമപരമായിട്ട് ശരിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആദ്യമായിട്ട് ആരോഗ്യ കാരണം പറഞ്ഞ് നമ്മുടെ ഉപരാഷ്ട്രപതി രാജിവെച്ചിരിക്കുന്നു. പുള്ളിക്കാരന് ആരോഗ്യ പ്രശ്നമുണ്ട്. ഈ കഴിഞ്ഞ മാർച്ച് 9 പുള്ളിക്കാരന് നെഞ്ചുവേദനയായിട്ട് ഇവിടെ ഡൽഹി എയിംസിൽ അഡ്മിറ്റ് ചെയ്തത്. അതേ മാസം തന്നെ പുള്ളിക്കാരൻ ആൻജിയോപ്ലാസ്റ്റിയും ചെയ്ത് ഡിസ്ചാർജ് മേടിച്ച് വീട്ടിൽ പോവുകയും ചെയ്തു. പിന്നെ മറ്റ് മാധ്യമങ്ങൾക്ക് അറിയാത്തൊരു ആരോഗ്യ പ്രശ്നം എനിക്കറിയാം. നമ്മുടെ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയനെ പോലെ പുള്ളിക്കാരന് ഒരു ചെറിയ കൂനുണ്ട്. മോദിനെ അമിത്ഷാനെ കാണുന്ന പ്രശ്നം ഇച്ചിരി കൂടെ കൂടുന്നല്ലാതെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഈ പുള്ളിക്കാരന്റെ രാജി സംബന്ധമായിട്ടുള്ള 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കാൻ താല്പര്യം. ആരെടുത്തതെന്നാണ് അതിന്റെ ഒന്നാമത്തെ ചോദ്യം. 2, പുള്ളിക്കാരൻ രാജി വെച്ചതാണോ അതോ രാജി വെപ്പിച്ചതാണോ? 3, രാജി വെച്ചതാണെങ്കിൽ എന്തുകൊണ്ട്, രാജി വെപ്പിച്ചതാണെങ്കിൽ എന്തുകൊണ്ട്? അതുപോലെ തന്നെ ജഗദീപ് ധൻകർ ഈ മാസം ജനുവിൽ വെച്ച് ചേർന്ന ഒരു പരിപാടിയിൽ പറയാനിടയായി, I will retire at the right time. August 2027, subject to divine intervention. ഇത്രയും പെട്ടെന്ന് ദൈവത്തോടൊന്നും ഞാൻ കരുതിയില്ല. എന്തായാലും ഞാൻ വിഷയത്തിലോട്ട് കിടക്കുകയാണ്. ആരെടുത്ത് എന്നുള്ള ചോദ്യത്തിന് ഇപ്പം നിലവിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ പല പേരുടെ പേര് അന്തരീക്ഷത്തിലുണ്ട്. അതിന് 1-2 പേര് ഞാൻ ഇവിടെ വായിക്കാം. നിതീഷ് കുമാർ, JP നദ്ദ, നമ്മുടെ കേന്ദ്രമന്ത്രിയായിരുന്നു മുരളീധരൻ, ഈ കഴിഞ്ഞിടയ്ക്ക് രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുത്ത സദാനന്ദൻ മാസ്റ്റർ, ശശി തരൂർ. ആദ്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ, ശശി തരൂർ ഒരിക്കലും BJPയിലോട്ട് പോവില്ല. ബഹുമാന്യനായ ശശി തരൂർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അദ്ദേഹം തൻ്റെ ചിന്തകളിലൂടെ, ഗ്രന്ഥങ്ങളിലൂടെ, പ്രഭാഷണങ്ങളിലൂടെ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു കോസ്മോപൊളിറ്റൻ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. നിയോളജിസം ആണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പുത്തൻ വാക്കുകൾ കണ്ടുപിടിച്ച് പുതിയ ആശയങ്ങൾ കൊണ്ട് നിർമ്മിതി നടത്തുന്നയാളാണ്. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് വേൾഡ് സ്മിത്ത് എന്ന് വേണമെങ്കിലും അദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അതല്ല നമ്മുടെ വിഷയം. എങ്കിലും ശശി തരൂരിന്റെ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. തരൂർ എന്തായാലും BJPയിലോട്ട് പോകത്തില്ല, അത് 100%. ഈ കഴിഞ്ഞിടയിൽ ശശി തരൂർ നടത്തിയ ചില സംഘപരിവാർ അനുകൂല നിലപാടുകളൊക്കെ നമുക്കറിയാം. പക്ഷെ എന്നിരുന്നാലും ശശി തരൂർ ഒരിക്കലും BJPയിലോട്ട് പോവില്ല. എല്ലാവർക്കും പ്രിയങ്കരനായ, എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പ്രതീക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ശ്രീ ശശി തരൂർ ഇപ്പൊ കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി തന്നെ പുള്ളിക്കാരൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ബാക്കി ഈ വിഷയത്തിനെ പറ്റി നമുക്ക് വേറൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഞാൻ ഇപ്പൊ വിഷയത്തിലോട്ട് തിരിച്ചു വരികയാണ്. ഇപ്പോഴത്തെ വിഷയം ജഗദീപ് ധൻകറെ പറ്റി. അടുത്ത ഉപരാഷ്ട്രപതി ആരാണെന്നുള്ള ചോദ്യത്തിന് ഇപ്പൊ നിലവിൽ അന്തരീക്ഷത്തിലുള്ള പേരുകളാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. ഇതൊക്കെ ഈ പേരുകൾ വേറൊരു കോൺസ്പിറസിയാന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അടുത്ത ഉപരാഷ്ട്രപതി എന്തായാലും മോദിക്കും അമിത്ഷാനും പ്രിയപ്പെട്ടവനായിരിക്കും. എന്തുകൊണ്ടാണെന്ന് ഞാൻ അടുത്ത വിഷയത്തിലോട്ട് വരുമ്പോൾ ഞാൻ വ്യക്തമാക്കാം. രാജി വെപ്പിച്ചതാണോ അതോ രാജി വെച്ചതാണോ എന്നുള്ള ചോദ്യം എൻ്റെ അഭിപ്രായത്തിൽ രാജി വെപ്പിച്ചതാണ്. കാരണം അതിന് പല കാരണങ്ങളുണ്ട്. ആ രാജിവെച്ച ദിവസത്തെ ഒക്കെ തൊട്ടുള്ള അവസാനം വരെയുള്ള പുള്ളിക്കാരൻ്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കത് വ്യക്തമാണ്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞു പോകാം. പുള്ളിക്കാരൻ രാജിവെച്ചതാണെങ്കിൽ പുള്ളിക്കാരൻ അടുത്ത ദിവസങ്ങളിലത്തെ കാര്യങ്ങളൊന്നും സ്കെഡ്യൂൾ ചെയ്യില്ല. പുള്ളിക്കാരൻ രാജിവെച്ചതിൻ്റെ അടുത്ത ദിവസം 1 മണിക്ക് പുള്ളിക്കാരനൊരു ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്തിരുന്നു എല്ലാ സഭാ മെമ്പേഴ്സായിട്ട്. മാത്രമല്ല, മുൻപ് തീരുമാനിച്ച രാജിയായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ പ്രോപ്പർ പ്രോട്ടോകോൾ ഫോളോ ചെയ്തിരുന്നേ. പുള്ളിക്കാരൻ രാഷ്ട്രപതിക്ക് രാജിക്കത്ത് കൊടുക്കാൻ പോയ സമയത്ത് രാഷ്ട്രപതിന്റെ അപ്പോയിന്റ്മെന്റ് പോലും നേരത്തെ എടുത്തു വെച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രാജി വെച്ചതല്ല, രാജി വെപ്പിച്ചതാണ്. പുള്ളിക്കാരൻ രാജി സമർപ്പിച്ചിട്ട് തിരിച്ച് ഔദ്യോഗിക വസതിയിൽ പോയിട്ട് പുള്ളിക്കാരൻ പാക്കിംഗ് പോലും തുടങ്ങിയെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. വയ്യാതിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ എന്തിനാണ് പുള്ളിക്കാരൻ ഈ ധൃതി പിടിച്ച് റെസിഡൻസ് മാറുന്നത്, രാജിവെക്കുന്നു? ഇതിനൊന്നും ഒരു കാര്യമില്ല. അതന്നെയാണ് നമ്മുടെ ഈ വീഡിയോയുടെ അടുത്ത ചോദ്യവും. എന്തിന് പുള്ളിക്കാരനെ കൊണ്ട് രാജി വെപ്പിച്ചു? പുള്ളിക്കാരൻ രാജി വെപ്പിച്ച ദിവസം എല്ലാം സർവ്വസാധാരണമായിരുന്നു.
പുള്ളിക്കാരൻ രാജിവെക്കേണ്ടി വരുമെന്ന് പുള്ളിക്കാരൻ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് പുള്ളിക്കാരൻ രാജ്യസഭയിൽ 3 പ്രധാന കാര്യങ്ങളായിരുന്നു ചെയർ ചെയ്തിരുന്നത്. ഒന്ന് ജസ്റ്റിസ് വർമ്മയുടെ, 2 ജസ്റ്റിസ് ശേഖർ യാദവിന്റെ, പിന്നെ 3 അഭിഷേക് മനു സിംഗ്വിയുടെ ഒരു കാര്യമാണ്. 3 ചർച്ച ചെയ്ത് പോകാം. ജസ്റ്റിസ് വർമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. പുള്ളിക്കാരന്റെ ഡൽഹിയിലെ വസതിയിൽ നിന്ന് പുള്ളിക്കാരന്റെ സ്റ്റോർ റൂമിൽ പുള്ളിക്കാരൻ സൂക്ഷിച്ചിരുന്ന കോടിക്കണക്കിന് രൂപ കത്തി നശിക്കുകയും അതിനെ ചൊല്ലി വലിയ വിവാദം ഉണ്ടാവുകയും ചെയ്തതായിട്ട് നമ്മളെല്ലാം. ജസ്റ്റിസ് ശേഖർ യാദവ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഡിസംബർ 8, 2024 പ്രയാഗ്രാജിൽ വെച്ച് നടന്ന ഒരു പരിപാടിയിൽ വിവാദ പരാമർശം നടത്തുകയുണ്ടായി. लेकिन आप जबरदस्ती करेंगे आप कि नहीं साहब हम तो ये मान के चलेंगे। लेकिन मैं चाहे आपको बता दूं, ये जो जिनकी हम बात कर रहे हैं सब बुरे नहीं है, वो सब बुरे भी नहीं है। ये जो कृतियां या बुराइयां जो हम आपको बता रहे हैं वो भी मानते हैं ये बुराइयां हैं। वो 4 पत्नियों के पक्ष में नहीं रहते हैं, पत्नी को तलाक, ट्रिपल तलाक के पक्ष में नहीं रहते हैं, बच्चियों को मार दिया जाए इससे पक्ष में नहीं रहते हैं। लेकिन जो कठमुल्ला है, जिसे कह लीजिए आप, शब्द गलत है लेकिन कहने में गुरेज नहीं है। ജസ്റ്റിസ് വർമ്മേനെയും ജസ്റ്റിസ് ശേഖർ യാദവിനെ ഇംപീച്ച് ചെയ്യാനുള്ള, ഇംപീച്ച് അല്ല അതിന്റെ യഥാർത്ഥ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്ക്, ആർട്ടിക്കിൾ 124 പ്രകാരം റിമൂവൽ ഓഫ് എ ജസ്റ്റിസ് എന്നാണ്. ഇംപീച്ച്മെന്റ് എന്നുള്ള ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. യഥാർത്ഥത്തിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാക്ക് റിമൂവൽ ഓഫ് എ ജസ്റ്റിസ് എന്നാണ്. ആർട്ടിക്കിൾ 124 അതാണ് പറയുന്നത്. അപ്പോയിന്റ്മെന്റ് ഓഫ് എ ജസ്റ്റിസ് ആൻഡ് റിമൂവൽ ഓഫ് എ ജസ്റ്റിസ് ആണ് ആർട്ടിക്കിൾ 124 പറയുന്നത്. നമുക്ക് ഇംപീച്ച്മെന്റ് എന്നുള്ള വാക്ക് നമുക്ക് പറഞ്ഞു പോകാനുള്ള എളുപ്പത്തിൽ നമ്മൾ പറയുന്നത് മാത്രം. ജസ്റ്റിസ് വർമ്മയുടെയും ജസ്റ്റിസ് ശേഖർ യാദവിനെ ഇംപീച്ച് ചെയ്യുന്ന കാര്യം പിന്നെ സീറ്റ് നമ്പർ 223 അഭിഷേക് മനു സിംഗ്വി ഇരുന്ന സീറ്റിൽ നിന്ന് 500 ഒരു കെട്ട് നോട്ട് കണ്ടെത്തിയായിരുന്നു. ഈ 3 വിഷയമാണ് അന്ന് ഉപരാഷ്ട്രപതി രാജ്യസഭയിൽ ചെയർ ചെയ്തിരുന്നത്. ഇത് പുള്ളിക്കാരന്റെ രാജിയിലേക്ക് എങ്ങനെ നയിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റിസ് വർമ്മയുടെയും ശേഖർ യാദവിന്റെ വിഷയം പുള്ളിക്കാരന്റെ രാജിയിലേക്ക് നയിച്ചു. BJPക്ക് വർമ്മയുടെ കാര്യത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ ശേഖർ യാദവിന്റെ വിഷയത്തിൽ പുള്ളിക്കാരൻ ഏകപക്ഷീയമായിട്ട് തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ BJPയിലെ പല നേതാക്കൾക്കും പല ക്യാബിനറ്റ് മിനിസ്റ്റർക്കും പിന്നെ BJP നേതൃത്വത്തിനും ആ തീരുമാനത്തിൽ അസംതൃപ്തി ഉണ്ടായിരുന്നു. NDAയിലെ പല സഖ്യകക്ഷികൾ പോലും പറയുണ്ടായി. BJP നേതൃത്വമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. കൂടാതെ ഒരു സീനിയർ BJP നേതാവ് മന്ത്രിയാണ് നമ്മുടെ ഉപരാഷ്ട്രപതിയും ആ മന്ത്രിയായിട്ട് ഈ രാജി സമർപ്പിച്ച ദിവസം വലിയ വാക്കുതർക്കം പോലും ഉണ്ടായെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അന്ന് 12:30 ചെയർ ചെയ്തിരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റിയിൽ JP നദ്ദയും കിരൺ റിജിജുവും പങ്കെടുത്തിരുന്നില്ല. അവർ പങ്കെടുക്കാത്തതുകൊണ്ട് തന്നെ അതേ മീറ്റിംഗ് ആ ദിവസം 4:30 വെക്കുകയുണ്ടായി. എന്നിട്ടും കിരൺ റിജിജുവും JP നദ്ദയും പങ്കെടുത്തില്ല. അവർ പങ്കെടുക്കത്തില്ല എന്ന് ധൻഖറിനെ അറിയിച്ചിട്ടില്ലെന്ന് ജയറാം രമേശ് പോലും പറയാനിടയായി. എന്തായാലും അന്ന് 2 പ്രാവശ്യം ചെയർ ചെയ്തിരുന്ന ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി നടക്കാത്തതുകൊണ്ട് പിറ്റേ ദിവസത്തിലേക്ക് ഉപരാഷ്ട്രപതി അത് ചെയർ ചെയ്യാനിടയായി. ജഗദീപ് ധൻഖർ അന്ന് രാജിവെക്കുമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ അതിന്റെ അടുത്ത ദിവസം 1 മണിക്ക് BAC മീറ്റിംഗ് ചെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ശേഖർ യാദവിന്റെ വിഷയമാണ് BJP നേതാക്കളെ പ്രകോപിപ്പിച്ചത്. അതേ ദിവസം ചില BJP MPമാര് രാജ്നാഥ് സിംഗിന്റെ ഓഫീസിൽ ഒരു ബ്ലാങ്ക് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തു എന്നും പറയുന്നുണ്ട്. എന്നിട്ട് അതേ BJP നേതാക്കള് ഉപരാഷ്ട്രപതി ഇംപീച്ച് ചെയ്യാനുള്ള ഒപ്പാണ് നൽകിയെന്ന് പ്രചരിപ്പിക്കുകയാണ്. മുമ്പേ പറഞ്ഞതുപോലെ BJPയിൽ ഒരു ലോയലിസ്റ്റ് ആയിരുന്നു ജഗദീപ് ധൻഖർ. പക്ഷെ കുറെ നാളായിട്ട് BJP നേതൃത്വമായിട്ട് അത്ര രസത്തിലല്ലായിരുന്നു. പല ക്യാബിനറ്റ് മിനിസ്റ്റർമാരും പല നേതാക്കളും ജഗദീപ് ധൻഖറുമായിട്ട് മാസങ്ങളായി സംസാരിച്ചിട്ടെന്ന് പോലും പറയപ്പെടുന്നുണ്ട്. ഈ വിഷയം ജഗദീപ് ധൻഖറിനെ വളരെയധികം വിഷമിപ്പിച്ചിരുന്നു. അതിന്റെ മേളിലാണ് പുള്ളി ഏകപക്ഷീയമായിട്ട് ശേഖർ യാദവിന്റെ വിഷയത്തിൽ തീരുമാനമെടുത്തത്. അത് BJP നേതാക്കളെയും നേതൃത്വത്തെയും വളരെയധികം പ്രകോപിപ്പിച്ചിരുന്നു. നിലവിൽ ഈ വിഷയമാണ് പുള്ളിക്കാരനെ രാജിയിലേക്ക് നയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കും. ചില ന്യൂസ് റിപ്പോർട്ട് പ്രകാരം പുള്ളിക്കാരനെ BJP നേതൃത്വം നേരിട്ട് വിളിച്ച് രാജി ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. മാത്രമല്ല പുള്ളിക്കാരൻ രാജിവെക്കുന്നതിന് മുമ്പേ രാഷ്ട്രപതിയായിട്ടും ജയറാം രമേശുമായിട്ട് സംസാരിച്ചെന്ന് പറയപ്പെടുന്നു. പുള്ളിക്കാരൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജിവെക്കൂന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിൽ മിനിമം രാഷ്ട്രപതിയുടെ അപ്പോയിന്റ്മെന്റ് എടുത്തേനെ. കാരണം അതാണ് പ്രോട്ടോകോൾ പ്രകാരം ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്കാരൻ അത് ചെയ്തില്ല. 9 മണിയായപ്പോൾ ദൈവം ഇടപെട്ട് പുള്ളിക്കാരനെ രാജിവെക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്.
ഒരു ഫെയർവെല്ലും ഒരു സെൻഡ് ഓഫും പുള്ളിക്കാരന് കൊടുത്തിട്ടില്ല. 9 മണിക്ക് പുള്ളിക്കാൻ രാഷ്ട്രപതി കണ്ട് രാജി സമർപ്പിച്ച് 9:30 പുള്ളിക്കാൻ തിരിച്ച് ഒഫീഷ്യൽ റെസിഡൻസിൽ എത്തിയിട്ട് പുള്ളിക്കാരൻ പാക്കിംഗ് പോലും തുടങ്ങി. അറിയാതിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ അടുത്തിടയ്ക്ക് നമ്മുടെ മുൻ ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ ഒഫീഷ്യൽ റെസിഡൻസിനെ ചൊല്ലി ഒരു വിവാദം ഉണ്ടായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരൻ ഹെൽത്ത് റീസൺസ് പറഞ്ഞ് പുള്ളിക്കാരൻ എക്സ്റ്റൻഷൻ കിട്ടാൻ സാഹചര്യം ഇടയായി. അതേപോലെ ഉപരാഷ്ട്രപതിക്കും ആരോഗ്യ കാരണം പറഞ്ഞ് സുഖമായിട്ട് ഒഫീഷ്യൽ റെസിഡൻസിൽ താമസിക്കാം. പക്ഷെ പുള്ളിക്കാരൻ ഇത് അതിനുപോലും തയ്യാറാവാതെ ചാടിപ്പിടച്ച്. ജഗദീപ് ധൻഖർ പബ്ലിസിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ പുള്ളിക്കാരൻ പ്രസ് മീറ്റും കൊടുക്കാതെ പോട്ട് ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാതെ പുള്ളിക്കാരൻ രാജിവെച്ചു എന്നുള്ളതാണ്. രാജിവെച്ചതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് നമുക്കത് പറയാൻ സാധിക്കും. കാരണം BJP നേതൃത്വം പുള്ളിക്കാരനോട് എനിക്ക് തോന്നുന്നു ഒരു അക്ഷരം പോലും മിണ്ടരുതെന്നാണ് തോന്നുന്നു പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണെന്ന് പുള്ളിക്കാൻ പബ്ലിക്കിൽ വന്നിട്ട് ഇതുവരെ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും നൽകാത്തത്. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞ മതി, BJP പാർട്ടിനകത്ത് ഓൾറെഡി പ്രശ്നങ്ങളുണ്ട്. ഒരു നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ പ്രശ്നങ്ങൾ കൂടി വരുത്തതേ ഉള്ളൂ. ഞാൻ മുൻപ് പറഞ്ഞ ജസ്റ്റിസ് ശേഖർ യാദവിന്റെ വിഷയമാണ് നമ്മുടെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയിലേക്ക് നയിച്ചത്. ജഗദീപ് ധൻഖർ 1951 മെയ് 18 ജനിച്ച കിഠാണു ജുഹുഞ്ചു രാജസ്ഥാനിൽ ജനിച്ചു. ഒരു ജാട്ട് സമുദായത്തിൽ നിന്ന് വരുന്നു. ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. ജനതാദൾ വഴി കോൺഗ്രസ് ത്രൂ BJPയിൽ എത്തിയ ഒരു രാഷ്ട്രീയക്കാരനാണ് ജഗദീപ് ധൻഖർ. മോദി ഷാഹിന്റെ രാജ്യസഭയിൽ ഒരു ശക്തമായ വോയിസ് ആയിരുന്നു ജഗദീപ് ധൻഖറിൻ്റെത്. ജഗദീപിന് എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, കുറച്ചാളായിട്ട് നേതൃത്വമായിട്ട് ആപ്പസ്മേ ജഗടയാണ്. മോദിനെ ഷാഹിനെ കാണുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കുനിഞ്ഞ വ്യക്തിയാണ് ജഗദീപ് ധൻഖർ. അദ്ദേഹത്തിന് പറഞ്ഞുവിട്ട രീതി ഒട്ടും ശരിയായില്ല. BJPന്റെ അകത്ത് നിങ്ങൾക്ക് മോദിയുടെ ഷാഹിന്റെ അനുവാദം ഇല്ലാതെ ഒരു പേപ്പറിൽ പോലും ഒപ്പിടാൻ പറ്റത്തില്ല. ഇനിയിപ്പോ മോദിയുടെ ഷാഹിന്റെ അനുവാദം ഇല്ലാതെ നിങ്ങൾ ഒരു പേപ്പറിൽ ഒപ്പിട്ടെന്ന് തന്നെ വിചാരിക്കാം, മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ അവസ്ഥയായി മാറും. നമസ്തേ. Now you may retire.